നമ്മുടെ റോബ്ലോക്സിൻ്റെ പുതിയ നമ്മൾ വന്നേക്കണത്. നമ്മൾ കഴിഞ്ഞ മാസം കൊണ്ടാണ് നമ്മൾ റോബ്ലോക്സിൻ്റെ പുതിയ വീഡിയോ ഇട്ടത്. ആദ്യത്തെ വീഡിയോ നമ്മൾ ഇട്ടത്. പിന്നെ നമ്മൾ ഇട്ടിട്ടേ ഇല്ല. പിന്നെ എൻ്റെ ഫേവററ്റ് യൂട്യൂബേഴ്സൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യണ്ടായിരുന്നു പ്രോ പ്ലെയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഞാനൊരു പ്രോ പ്ലെയർ തന്നെയാണ്. പാർക്കോറിൽ മാത്രം എനിക്ക് പാർക്കോർ മാത്രം ദിവസം പ്രോ പ്ലെയറായിട്ട് കളിക്കാൻ പറ്റുള്ളൂ. ആഹാ പറഞ്ഞില്ല അപ്പോഴത്തേക്കും. ഓക്കെ ചാടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇതൊന്നും ഒരു ആവശ്യമില്ല. ഫാൻ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. ഓക്കെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടാ അവൻ എൻ്റെ ഐഡി എടുക്കുന്നു. അത് ഞാൻ ചിലപ്പോൾ അവൻ്റെ ഐഡി എടുക്കുന്നു. ചാടി പോകണോ? വേണ്ടല്ലോ. ചാടി പോകേണ്ട ഒരു ആവശ്യം. ചാടി പോയി തന്നെ പെട്ടെന്ന് എത്തൂലേ? വെറുതെ അല്ല. ഓക്കെ സെറ്റ്. ഇനി ഇവിടെ നട്ടച്ചാട്ടം, ഇവിടെ നട്ടച്ചാട്ടം, ഇവിടെ നട്ടച്ചാട്ടം, ഇവിടെ ഒറ്റണം. മറ്റേ ലാസ്റ്റത്തെ വന്നപ്പോൾ ഞാൻ എന്താ ചാടാത്തതെന്ന് അറിയോ? കുറച്ച് ഡേഞ്ചറസ് ആണത്. അങ്ങനെ ഇങ്ങനെയൊന്നും ചാടാൻ പറ്റില്ല അത്. ഓക്കെ ഞാൻ പ്രോ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ പ്രോ പ്ലെയർ കമൻറ്റ് ചെയ്യുക. നൂബാണെങ്കിൽ നൂബെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കൊരു ഇഷ്യൂ ഇല്ല. കാരണം ഞാനൊക്കെ നൂബിയെന്നാണ്. അയ്യോ എൻ്റെ പഴയ മിസ്സ് എന്നോട് എന്താ സ്കൂളിലുണ്ടായിരുന്ന മിസ്സ് ഞാനൊരു നൂബാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നൂബെന്ന് കമൻറ്റ് ചെയ്തത് എനിക്കൊരു പ്രശ്നമില്ല. കണ്ടോ ഇപ്പോൾ തന്നെ കണ്ടില്ലേ? ഞാൻ അത്രയ്ക്കും വല്ല പ്രോ പ്ലെയറൊന്നുമല്ല. മനുഷ്യന്മാരെയൊക്കെ ഞാൻ എപ്പോഴും ഇഷ്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ പറഞ്ഞില്ലേ, എനിക്കൊരു ശ്രദ്ധ ഉണ്ടാവില്ല. വെറുതെ അങ്ങോട്ട് ചാടിച്ചാടി പോണേ. ജസ്റ്റ് മിസ്സറേ കയറ്. ഇതൊക്കെ സിമ്പിള്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. എടാ ഞാൻ ചാടിച്ചാടി പോണ നോക്കിയടാ. എന്താ സിമ്പിളായിട്ട് അവൻ ചാടിച്ചാടി പോണ നോക്കി. ഒരിക്കലും സിമ്പിളെന്ന് പറയില്ല ഒരു വീഡിയോയിലും. ഇവിടെ ചാടിക്കോടുത്ത്. ഓക്കെ പക്ഷേ ഇവിടുന്ന് ചാടിക്കോന്ന് പറയുമ്പോൾ എൻ്റെ ഫോണും കുലുങ്ങും, ഞാനും ചാടും. ബെസ്റ്റ്. ചിലപ്പോൾ എല്ലാവർക്കും ഉള്ളതായിരിക്കും അത്. എവിടുന്ന് ചാടേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചാടുമ്പോൾ എന്തിനാ എനിക്കും അറിയില്ല. ഇവിടെ നിന്നൊരു ചാട്ടമുണ്ടല്ലോ. ഇല്ലേ? ഇല്ലായിരിക്കുമല്ലേ? ഉണ്ട്. പേടിപ്പിച്ചോളൂ. ചാടിക്കോ. എന്താണ് ചുമ്മാ ഇപ്പം മലബാറിൽ ബാക്കി പാട്ടറിയില്ല. പാട്ട് പഠിച്ചിട്ട് പാടാ ഗൈസ്. പടക്കളം കണ്ട ഗൈസ്. എൻ്റെ ചേച്ചിയും കസിൻ ചേച്ചിയും അമ്മയും കണ്ടു. പക്ഷെ ഞാൻ കണ്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് കളിക്കാൻ പോയിക്കോർന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ. അത് കാരണം പടക്കളം കണ്ടില്ല. അതിൻ്റെ കുറച്ച് സീനൊക്കെ എനിക്ക് അറിയാം. കാരണം ഞാൻ എപ്പോഴും ഷോർട്സിൽ കാണാറുണ്ട്. പടക്കളത്തിലെ ഫസ്റ്റ് ഹാഫിൽ മറ്റേ പുള്ളിക്കാരൻ വല്ലാത്തൊരു നൂബായിരുന്നു. പിന്നെ ഇപ്പോഴോ മാസ്റ്ററാണ്. അങ്ങനെ എങ്ങാണ്ട് എനിക്ക് തോന്നണേ. കഥ എങ്ങാണ്ട് അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്. എൻ്റെ കഥ പറഞ്ഞു കഥ അങ്ങനെയാണെന്നാണ് തോന്നുന്നത് ഗൈസ്. കണ്ട മിണ്ടാതിരിക്കുമ്പോൾ എനിക്ക് നല്ല സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ട്. ഒന്നും കാര്യമില്ല. അതെനിക്ക് കാര്യമില്ല. ഞാൻ ചാടുന്നല്ല ഇത് കേട്ടോ. ഞാനല്ലേ ചാടണം. നമ്മുടെ മറ്റേ പിന്നെ ഗൈസ് നമ്മുടെ കാർ ഫോർ സെയിലിൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ നാളെ വരുന്നതായിരിക്കും. കാർ ഫോർ സെയിൽ നാളെ ഉണ്ടാവുന്നതായിരിക്കും. കാരണം കുറച്ച് ബിസിയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് കാരണം എല്ലാ യൂട്യൂബേഴ്സിനൊന്നും അങ്ങനെയല്ല. എല്ലാ ദിവസവും അവർ 2 വീഡിയോ വെച്ച് ഇടാറുണ്ട്. എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെയല്ല. ഞാൻ 6ാം ക്ലാസ്സിലായിട്ടുള്ളെങ്കിലും ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് ഗൈസ്. ഒന്നാമത് സയൻസ്. സോഷ്യലാണെങ്കിൽ അത്രയ്ക്കും കുഴപ്പമില്ല. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയോ? സോഷ്യലിന് ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. മെയിൻ മാത്രം പഠിച്ചില്ല. അല്ല മെയിൻ മാത്രമേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് 20-20 കിട്ടി. 20-20 ഫുൾ മാർക്ക് ആദ്യമായിട്ട്. എന്നിട്ട് എനിക്ക് കരയാൻ പോയി. ഞാൻ കരയാൻ തോന്നി. പിന്നെ നമ്മൾ ഇത്രയാ? എത്ര പെർസെൻറ്റേജ് ആയി? 28% ആയ നമ്മൾ. അല്ല ബാബാ 28% അല്ല എനിക്ക് തമ്പം പിടി കിട്ടി.
29ാമത്തെ ചെക്ക് പോയിന്റ്. ഇപ്പം 30ആയി. നിങ്ങൾക്കത് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഈ കറുത്തിരിക്കണതാണ് കറുത്ത വര. കറുത്ത വര അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഗൈസ് നിങ്ങൾക്ക് സ്ലാബ് ടവർ കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ബ്രെയിൻ റോട്ട് ടവറും കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ എന്താണ് എല്ലാം കളിക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ഗെയിം വേണമെങ്കിലും പറഞ്ഞിട്ട് ഞാൻ കളിക്കാം. പിന്നെ GTA 5 മോഡ്, GTA 5ൻ്റെ സിറ്റി മോഡ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ വന്നിട്ടുണ്ട്. ഞാൻ ആകെ ഒരു പ്രാവശ്യം ഇന്ത്യൻ ബൈക്കിൽ എൻ്റെ പഴയ ചാനലിൽ ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടു. 2 വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂ കമേഴ്സ് ആണെങ്കിൽ പഴയ ചാനലിൻ്റെ പേര് അറിയില്ലെങ്കിൽ മറ്റേ സംഭവം ഞാൻ പറയാം. എൻ്റെ ചാനലിൻ്റെ പേര് മിസ്റ്റർ അസോറസ് 2.0. അതൊരു കൺട്രോളറിൻ്റെ കൺട്രോളർ അതാണ്. അതിൽ ഞാൻ 2 വീഡിയോ കൊണ്ട് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. മറ്റേ ഇന്ത്യൻ ബൈക്കിൻ്റെ ഇന്ത്യൻ ബൈക്കിൻ്റെ വീഡിയോ ഞാൻ 2 വീഡിയോ ഇട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അക്കൗണ്ടിന് എന്തോ പറ്റി. ഞാൻ ഇപ്പോഴാണ് സംഭവം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനന്ന് വീഡിയോസ് എല്ലാം പ്രൈവറ്റിൽ ഇട്ട് വെച്ചായിരുന്നു. ഓപ്ഷൻ പ്രൈവറ്റ് ആക്കി വെച്ചായിരുന്നു. ഞാൻ മണ്ടായി. ലേസറിൻ്റെ മുകളിലാണ് ചാടിക്കുന്നത്. ഓക്കെ ചാടിക്കോ. ഒറ്റച്ചക്ക് ഒറ്റച്ചാട്ടം ഒറ്റയ്ക്ക്. ഓക്കെ ഇതാണ് എനിക്ക് എപ്പോഴും ചാവാൻ പറയാം. പ്രോ പ്ലെയർ അങ്ങനെ പറയല്ലേ. പറഞ്ഞില്ലേ പ്രോ പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പം പോവും. ഭാഗ്യമുള്ള കാരണം എനിക്ക് പോയില്ല. 40 ചെക്ക് പോയിൻ്റ് ആയാ 100 ചെക്ക് 41% അല്ല 41 ചെക്ക് പോയിൻറ്റും 40%. ഓക്കെ ഇപ്പം നല്ലോണം പോകുന്നുണ്ട്. ഓക്കെ നമുക്ക് ഇവിടുന്ന് ചാട്ടും. ഇവിടുന്ന് അവിടെ മുമ്പിൽ നിന്ന് മാറാം. ചത്തു. എനിക്കൊരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ പോകുമ്പോൾ അല്ലേ കറക്റ്റായിട്ട് നമുക്ക് ചാടേണ്ട അറിയാൻ പറ്റും. ചാട്. അവൻ തട്ടിക്കളഞ്ഞു. ഇതവൻ തട്ടിക്കളഞ്ഞല്ല, ഞാൻ തനിയെ പോയത്. ജസ്റ്റ് മിസ്സല്ല. ജസ്റ്റ് മിസ്സല്ല. കണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രോ പ്ലെയർ ഒന്നുമല്ല. ചിലപ്പോഴൊക്കെ എനിക്ക് പ്രോ പ്ലെയർ മോഡ് പോലെ ആയിപ്പോവും. കൊണ്ടില്ലല്ലോ എടുക്കോ ആയിപ്പോണെന്താണ് കേട്ടോ ഗൈസ്. പ്രോ പ്ലെയർ മോഡ് പോലെ ആയിപ്പോണേ, അല്ലാതെ ഞാൻ വെറുതെ ഇങ്ങനെ കളിച്ചു പോകണതാണ്. അപ്പോൾ പ്രോ പ്ലെയർ മോഡ് പോലെ ആവണയാണ്. ഇങ്ങോട്ടാണല്ലേ പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. നീങ്ങും ഇത് ഇല്ലല്ലോ. കണ്ട സിമ്പിളായിട്ടുള്ള സാധനം പോലെ ഞാൻ പൊട്ടത്തെറ്റാക്കി. ക്ലിയർ ആയിട്ട് കാണാനുള്ളതാണ്. ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ ഐ ടെസ്റ്റ് അടക്കാൻ എൻ്റെ കണ്ണിനൊരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പം എന്ത് പറ്റി? ഡോക്ടർ എന്നോട് പറഞ്ഞൊരു പ്രശ്നമില്ലാന്ന് സ്കൂളിൽ. ഇപ്പം എൻ്റെ കണ്ണിന് പറ്റിയിടേ. ഇപ്പം ശരി. ചാടിക്കോ ഒറ്റക്കേക്ക് ചാടിക്കോ ഒറ്റക്കേക്ക് ചാടിക്കോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്. സിമ്പിൾ. അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും ഇതാണ് നല്ലത്. ഓക്കെ 48 ആയിട്ടുണ്ട്. 48ാമത്തെ നമുക്ക് കിട്ടി. 48 ചെക്ക് പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 47%. ഓക്കെ ചാടണോ? ഇവിടുന്നാ ഇതെന്തത്? ബഗ്ഗാ ഗൈസ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഗൈസ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്കറിയില്ല, അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചാൽ. അത്രയ്ക്കും വലിയ കോമഡി ഒന്നുമില്ല. ഇന്നെൻ്റെ ക്ലാസ് ടീച്ചറിനോട് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. മിസ്സപ്പനെ തോക്കിയെടുത്തെറിയുമെന്ന് പറഞ്ഞു.
മിസ് ഭയങ്കര പാവം കേട്ടോ. പക്ഷെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് അറിയണമെങ്കിൽ 7 സീൽ പോയി ചോദിച്ചാൽ മതി മിസ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നലെ 7 സീൽ പോയി ഇന്ന് ഞാൻ 7 സീൽ പോയി ചോദിച്ചു. ഞാൻ 6D ആണ്. 7 സീൽ പോയി ചോദിച്ചപ്പോൾ മിസ് ടെററാണെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് മാത്രം മിസ് ഭയങ്കര സോഫ്റ്റായിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ സോഫ്റ്റായിട്ട് താഴെ പോയി. ഇത് കുഴപ്പമില്ലടാ, ഇങ്ങനെ പോയാൽ മതിയില്ലേ. ചടുക്കോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കറിയാം. പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. എടാ ഒരേ അല്ലടാ, ഇതൊക്കെ സിമ്പിളടേ. എന്തിനാ ഇത്? ഓയ് ഇപ്പോൾ ചത്തേനെ. അയ്യോ ലേസർ, ഞാൻ ചാടാൻ മറന്നുപോയി. ആരുടെ അങ്ങടെ പ്രോ പ്ലെയറിന് ഇനി ഞാൻ വാക്ക് മിണ്ടത്തേ ഇല്ല. പ്രോ പ്ലെയറിന് പറഞ്ഞില്ല അപ്പോഴത്തേക്കും. നീ പോടാ. അവനേതാ ഹീറ്റ് നോക്കട്ടെ. ഹീറ്റ് സെറ്റ്. ഇനി നമ്മൾ രണ്ടുപേരും അല്ല, അവനും ഞാനും സെറ്റ്. അക്സെപ്റ്റ് ചെയ്തു. ഹീറ്റല്ലേ ഇത്? പിന്നെ മറ്റേ ഐഡിയ ആക്കാം. GTA 2 ഐഡിയ. GTA 2 മോഡിൽ ഇതുപോലെ ആക്കി കളിക്കുമ്പോൾ അല്ലേ എനിക്ക് ലേസർ മുട്ടോ ഇല്ലയോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാവും. ഇതാണ് മനസ്സിലായോ? ഞാൻ പലർ ചെയ്താ ഗൈസ്. എൻ്റെ അമ്മേനെ വിളിച്ചോന്ന് എനിക്ക് തോന്നി. ഞാൻ ജസ്റ്റ് നല്ല അറിയാം. എടാ ഇത് ഡെവലപ്പർ നോക്കി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. ഞാൻ ഇതിൻ്റെ കമ്മ്യൂണിറ്റി പിന്നെ ഗൈസ് എൻ്റെ പേര് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, കാണിച്ചു തരാം. ഏറ്റവും ആദ്യം കിടക്കണം ഗോക്കു താഴെ _ ഗോക്കു _12W90 ആണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. ഓക്കെ സെറ്റ്. അല്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്കത് പോയിട്ടുണ്ടാവാൻ. ഞാൻ മണ്ടൻ വെറുതെ ഫോണിൻ്റെ സ്റ്റോറേജ് കളയുന്നുണ്ട്. ഇതിനെന്തിന് ചാടണത്? ചാടണം. ചാടാ പറഞ്ഞേ. സൈഡായിട്ട് ചാടട്ടെ. ജസ്റ്റ് മിസ്സിട്ടാ. പിന്നല്ല ഇതൊക്കെ എന്ത് എന്ന് ഞാൻ പറയാൻ വന്നായിരുന്നു. ചാടിക്കോ. ജസ്റ്റ് മിസ്സിട്ടാ. ചാടി. ഓക്കെ, ഇത്ര എത്തിയുണ്ട്. ഇത് ചാടണ്ട. ഇപ്പം ചാടണ്ട. ചാടിക്കോ. ഒറ്റക്കൊക്കെ ചാടിക്കോ. ഒറ്റക്കൊക്കെ ചാടിക്കോ. ഒറ്റ ചാട്ടം. ഈ സാധനത്തിന് മണ്ടേ കൂടെ കയറി പോകണം. ഇവിടെ അല്ലേ നിൽക്കണ്ടേ? ഇത് ഇനി ഇവിടെ സെറ്റ്. ഇതൊക്കെ സിമ്പിളേ. അയ്യോ തീർന്നു. ചാടിക്കോ. ഞാൻ അവിടെ വരെ എത്തിയിട്ടുള്ളൂ. പോയി. അവിടെ ലേസർ ഇല്ലെങ്കിലും ഞാൻ പോയോ? ലേസർ ഉണ്ട് ഇവിടെ. അതിൻ്റെ കാര്യമല്ല പറഞ്ഞു. ജ്യൂസ് ആൻഡ് ടോയ പ്രീമിയർ 30 മിനിറ്റ് പ്രീമിയറാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഫീസ് കൊടുത്തിട്ട് സെറ്റാക്കാം. പ്രീമിയം ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എനിക്ക് ഇന്നലെ മനസ്സിലായത് എനിക്ക് അറിയോ? നമ്മുടെ യൂട്യൂബിൽ പരസ്യം കാണിക്കണം എന്തിനാ അറിയോ? അവർക്ക് പൈസ കിട്ടാൻ. യൂട്യൂബിൽ പരസ്യം കാണിക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പ്രീമിയം നമുക്ക് പൈസ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ, പൈസ കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക്
പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കില്ലേ ആഡില്ലാതെ യൂട്യൂബ് കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ എപ്പോൾ നോക്കിയാലും പരസ്യം ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ ഗൈസ്, ഇതാണ് സംഭവം. ഞാനിപ്പോൾ വീഡിയോ നിർത്താൻ പോകണം. അതൊക്കെ മുമ്പ് എന്താ ഇപ്പോൾ സംഭവം തന്നെ, അതൊക്കെ മുമ്പ് എനിക്കിപ്പോൾ ഈ ഒരു ഇത് കൂടി കിട്ടണം. ഓക്കെ, ഇത്രയായിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിലെ പോലെ സ്പീഡിൽ ഓടാനായിട്ടുള്ള ഓപ്ഷൻ ഇതിലുണ്ടായിരുന്നെങ്കിൽ ലേസർ കൊണ്ട് ഇതിൽ കൂടെ കയറാൻ പറ്റുമോ? ചാടിപ്പോടാ ലേസർ കൊണ്ട്. GTA 2 അല്ല GTA 1 അല്ല GTA 1, GTA 2, GTA Vice City, GTA San Andreas, GTA 3, GTA 4, കണ്ണ് പഠിച്ചു പോകും. GTA 5, GTA 6, GTA 7, GTA 8, GTA 9, GTA 10, GTA 11, GTA 9, GTA എവിടെ വരെ എത്തി. നല്ല സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഇത് കറങ്ങി പോകും. കണ്ട പ്രോ പ്ലെയർ മോഡ് കണ്ട ഇത്ര നല്ല പ്രോ പ്ലെയർ ആയിട്ട് പോലും പ്രോ പ്ലെയർ എന്ന് പറയാൻ പോലെ അറിയില്ല. ചേടാ, അടുത്ത പ്രാവശ്യം നമുക്ക് പഠിച്ചിട്ട് വരാം ഗൈസ്. എന്താ പറയുന്നത്, അങ്ങനെ പറഞ്ഞു. ഓക്കെ സെറ്റ് സാധനം. ഇനി ഇവിടുന്ന് ചാടണ ഓക്കെ എൻ്റെ പൊന്ന് ഗൈസ്. ഗൈസ്, ഞാനങ്ങനെ ക്യാമറ ഓഫാക്കിയിട്ട് കുറേ നേരം ലോങ് വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയപ്പോൾ കുറേ നേരം കഷ്ടപ്പെട്ട് എൻഡിലായി. സെലിബ്രേറ്റ് നാളെ നമുക്ക് സെലിബ്രേഷൻ ആയിരിക്കും ഇത് ഫിനിഷ് ആക്കിൻ്റെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീഡിയോ അടിച്ച് എൻ്റെ അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ അടിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ഞാൻ ബെല്ലൈക്കൺ കൂടെ നോട്ടിഫിക്കേഷൻ ലൈക്ക് ഇടുന്നതായിരിക്കും.